നമസ്കാരം. അമ്മേ ശരണം. ഞാൻ എവിടെ തൊട്ടാണ് പറഞ്ഞു തുടക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഈ അസുരവാദ്യത്തിനോടുള്ള എൻ്റെ സ്നേഹം തുടങ്ങുന്ന എൻ്റെ കുഞ്ഞുനാൾ തൊട്ടാണ്. പെരുമ്പാവൂരിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടക്കാണ് എൻ്റെ വീട്. കേരളത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ മുഴുവൻ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ നിന്ന് കൊട്ടിക്കയറിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പിൽക്കാലത്ത് സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളായിട്ടുള്ള എത്രയോ അവരൊക്കെ എൻ്റെ ക്ഷേത്രത്തിൽ വന്ന് ഇതേപോലെ ചെണ്ടയിലും വിമലയിലും എല്ലാം അവരുടെ ഒരു തിലകക്കുറി ചാർത്തിയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് ഇത് കണ്ടുള്ള സ്നേഹമാണ് ഈ അസുരവാദ്യത്തോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെണ്ടയിലൊരു കുട്ടിക്കാലത്തൊരു ഗുരുനാഥൻ ഉണ്ടായിട്ടില്ല. വീട്ടിൽ വന്ന് ഡെസ്കിലും ബെഞ്ചിലും താളം പിടിച്ചാണ് ഞാൻ ഈ വിദ്യ അഭ്യസിച്ചിട്ടുള്ളത്. പക്ഷെ പിൽക്കാലത്ത് എനിക്ക് നല്ല ഗുരുനാഥന്മാരെ കിട്ടി. തുടക്കം ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയായിരുന്നു. മാർഗി കൃഷ്ണദാസാണ് ആദ്യമായിട്ട് ഗണപതി കൈ കൊട്ടാൻ വേണ്ടി എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. പിൽക്കാലത്ത് എനിക്ക് കിട്ടി നന്ദകുമാർ, കല്ലശന നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഗുരുനാഥൻ. പഞ്ചാരിയിലെ 3, 4, 5 കൊട്ടിക്കയറാൻ അദ്ദേഹമാണ് ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഈ വിദ്യ അഭ്യസിപ്പിച്ചത്. അതിനുശേഷം ഒരു ഗുരുനാഥനെ തേടി നടന്നിരുന്ന കാലഘട്ടത്താണ് വെള്ളിനേഴിയിലെ ഒളപ്പമണ്ടമണിയിൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ സാക്ഷാൽ മട്ടന്നൂരിൻ്റെ വീട് ഇതാണെന്ന് പറയുകയും ഞാൻ നേരിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണിട്ട് എന്നൊരു ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പഞ്ചാരിയിലെ പതികാലം തൊട്ട് പാണ്ടിമേളം തൊട്ട് ചെണ്ടയിലെ മറ്റ് അടന്തക്കൂറ് തൊട്ട് ചെമ്പട തൊട്ട് എല്ലാ മേളങ്ങളും ഭംഗിയായിട്ട് കൊട്ടാൻ എനിക്ക് ഇത്തരത്തിലാക്കി തന്നത് സാക്ഷാൽ മട്ടന്നൂരാശാനാണ്. ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ പഠിച്ചിട്ടുള്ളത്. രാവും പകലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം. പിന്നെ പിൽക്കാലത്ത് കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് കൊണ്ടുതന്നു. സിനിമ അഭിനയത്തോടൊപ്പം തന്നെ ഇതും ഒപ്പം കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. കേരളത്തിലെ എല്ലാ പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും ഇന്ന് ഞാൻ ഒരു മേളപ്രമാണിയായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 10-12 വർഷമായി ചോറ്റാനിക്കരമ്മയുടെ നടയിൽ വിദ്യാരംഭത്തിൻ്റെ അന്ന് നിൽക്കാനുള്ള ഭാഗ്യം, വൈക്കത്തപ്പൻ്റെ മുമ്പിൽ, ഏറ്റുമാനൂരപ്പൻ്റെ മുമ്പിൽ, അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് എന്നെ തേടി വന്നിട്ടുള്ളത്. സാക്ഷാൽ ആറ്റുകാലമ്മയുടെ മുമ്പിൽ, അതും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇത്രയും വലിയ ഒരു ഉത്സവ മാമാങ്കം. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് റെക്കോർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരുപാട് ഉപരിയാണ് ആറ്റുകാൽ പൊങ്കാല. തൃശ്ശൂർ പൂരം കൊണ്ടറിയണം എന്ന് പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാല കൊണ്ടറിയണം. ഈ 10 ദിവസങ്ങൾ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഇത് കണ്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ പറയുന്ന സിനിമയിൽ എത്തുന്നതിന് മുമ്പൊക്കെ ഞാൻ ഈ മണൽപ്പരപ്പിലൂടെ ഒരുപാട് നടന്നിട്ടുണ്ട്. പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്ന അന്ന് രാവിലെ കാണുന്ന തിരുവനന്തപുരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് തിരുവനന്തപുരം നിറഞ്ഞ്, ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി അവരെ സഹായിക്കുന്ന ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരും ക്ഷേത്ര ഭാരവാഹികളും ഓരോ വ്യക്തികളും ഓരോ വീട്ടുകാരും കച്ചവട സ്ഥാപനങ്ങളും ഇവിടുത്തെ പോലീസ് ബാക്കിയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച്, നഗരസഭ പ്രത്യേകിച്ച്, എല്ലാം പ്രവർത്തിച്ച് ഉച്ചതിരിഞ്ഞ ശേഷം ഇത്തരം ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടന്നു എന്നുപോലും അറിയാത്ത രീതിയിൽ തിരുവനന്തപുരത്തെ അത്ര മനോഹരമാക്കി മാറ്റിയെടുക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളൊന്നാണ്. ഇതിനപ്പുറത്തേക്കില്ല. ഇന്ന് എൻ്റെ കൂടെ പഞ്ചാരിയിൽ വലതുഭാഗത്ത് നിന്ന് ചോറ്റാനിക്കര സത്യന്മാരാർ, ഇടതുഭാഗത്ത് നിന്ന് ആനിക്കാർ കൃഷ്ണകുമാർ, കുഴലും കൊമ്പിലും ഇലത്താളത്തിലും വലന്തലയിലും എല്ലാം എന്നോടൊപ്പം ഏകദേശം 20-25 വർഷമായിട്ട് യാത്ര ചെയ്യുന്നവരാണിവർ. ഒരുപാട് സന്തോഷം. സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കാന്താര 2 എന്ന് പറയുന്ന ചിത്രം കുന്താപുര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നിപ്പോൾ ഞാൻ മദ്രാസ് പോയി, മംഗലാപുരം പോയി, നാളെ രാവിലെ 10 മണിക്കുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ വർഷം 1-2 നല്ല മലയാള ചിത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഏതൊക്കെയാണ് സിനിമ, ആരൊക്കെയാണ് സംവിധായകൻ, എപ്പോഴാണ് തുടങ്ങുന്നതൊക്കെ ഞാനത് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു.
നാളെ കഴിഞ്ഞ് പണ്ടാരടുപ്പിൽ തീ കൊളുത്തുമ്പോൾ ആദ്യമായിട്ട് പൊങ്കാലയിടാൻ എൻ്റെ മരുമകളും കാളിദാസൻ്റെ ഭാര്യ അശ്വതിയും എല്ലാവരും ഉണ്ടാവും. അമ്മേ ശരണം. ഓ താങ്ക് യു.